നാടകത്തിന്റെ അരങ്ങിലും അണിയറിലും പ്രവർത്തിച്ചത്. രംഗത്ത് ഔസേപ്പച്ചൻ, ശിവാനന്ദൻ, മറിയാമ്മ രേണുക ശിവൻ, ശോശാമ്മ സുശീല ജോസഫ്, കൊച്ചോസേഫ് ഷിബു, ശബ്ദം ജോസഫ്, ഏകോപനം റീജ ഷിബു, വിവരണം ശബ്ദമിശ്രണം നജീബ് വെള്ളിക്കടമോട്, സഹസംവിധാനം അഭിനവ് ആനന്ദ്, തിരക്കഥാ സംഭാഷണം സംവിധാനം ശിവാനന്ദൻ ഒറ്റപ്പാലം. ഔസേപ്പച്ചന്റെയും മറിയാമ്മ ചേട്ടത്തിയുടെയും കൊച്ചുവീട്ടിലേക്ക് സ്വാഗതം. മകനായ കൊച്ചോസേപ്പ് വിദേശത്തേക്ക് ജോലി തേടി പോവുകയാണ്. യാത്ര പറയുന്ന രംഗങ്ങൾ. പപ്പ, മരുന്നൊക്കെ സമയത്ത് തന്നെ കഴിച്ചേക്കണം കേട്ടോ. പിന്നെ കുറച്ചൊക്കെ മതി. ഓക്കെ. ഇനി ആ പേരും പറഞ്ഞ് ഇവിടെ ദിവസവും വഴക്കാവും. ഇപ്പോ നിന്റെ സമ്മതം കൂടി കിട്ടിയല്ലോ. പപ്പാക്ക് തൃപ്തിയായി കാണും. അവൻ എൻ്റെ മോനാടി. എന്നെ അവന് നന്നായിട്ടറിയാം. എനിക്ക് അവനെയും. അല്ലയോടാ കൊച്ചനെ? നീ അവിടെ എത്തിയാലുടൻ ഇങ്ങോട്ട് വിളിച്ചേക്കണം. പിന്നെ ആ മത്തായിച്ചൻ്റെ മോളുടെ നമ്പർ എടുത്തില്ലയോ? അവിടെ ചെന്ന പാടെ അവളെയും വിളിച്ചേക്കണം. ഇല്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ. പിന്നെ എല്ലാം നോക്കിയും കണ്ടു നിന്നേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? അവൻ എല്ലാം അറിയത്തില്ലയോ? അവൻ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ നിന്നോളൂ. അവനെ നമ്മുടെ മോനാ. അല്ലയോടോ കൊച്ചനെ? അതൊക്കെ ശരി, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാനില്ലാന്ന് കരുതി വഴക്കും മക്കാനും ഉണ്ടാക്കാനൊന്നും പോകരുത് കേട്ടോ. പറഞ്ഞേക്കാം, കോൺഗ്രസ് സർക്കാർ ഇനി ഞാൻ ഉണ്ടാവില്ല. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി എന്നാണ് നിന്നെ ഒന്ന് കാണാൻ പറ്റുക? പപ്പ, കാണാം. മമ്മ, എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കണം കേട്ടോ. പോയിട്ട് വാ മക്കളെ. നിന്നെ കാണാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എനിക്ക് വയ്യ എന്റെ ഈശോയെ. അവിടെ എത്തിയ നീ ഉടനെ വിളിച്ചേക്കണം. അതുവരെ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്റെ മക്കളെ, കൊച്ചോസേപ്പേ. പപ്പ, മമ്മി, എന്നാ ഞാൻ പോയിച്ചു വരാം.